ഹേ ഗൈസ്, ഞാൻ അഖിലേഷ്. ഞാൻ ഇപ്പോൾ കൊച്ചിയിലാണ്. എല്ലാവരും കോഴ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ കാര്യം കൊണ്ട് പറയുന്നത് വെച്ചാൽ, ഒരു 20-22 വയസ്സ് കഴിഞ്ഞ ഒരു ബോയ്സിനെ സംബന്ധിച്ച് അവർക്ക് നേരിടുന്ന കാര്യങ്ങൾ, അങ്ങനെ ഞാൻ നേരിട്ട കാര്യങ്ങളും ഇനിയിപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തുടരെ എൻ്റെ വീഡിയോസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഡിഗ്രി ഞാൻ കുറേ കാലം സ്പോർട്സിന് പിന്നാലെ കിടന്നു. ഷോൾഡർ ഇഞ്ചുറി, കാലിൽ ഇഞ്ചുറി ഒക്കെ കുറച്ച് കിട്ടി. അതോടെ അത് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനിവിടെ ഡെലിവറി ജോബ് ഓടുകയാണ്. അതോടുകൂടി ഞാൻ എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഡെയിലി എൻ്റെ വണ്ടിക്ക് ഒരു എൻജിൻ പണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് എമൗണ്ടേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, ഫീസ് അടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു ആപ്പ് ലോൺ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അത്രയും ടൈറ്റിലാവാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ മറച്ച ഒരു എമൗണ്ട് ആയി. അങ്ങനെ ഇവിടെ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ പഠിച്ച ജോലിയിലേക്ക് കയറാനൊരു താല്പര്യം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഒന്നുകിൽ പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച വർക്കിന് പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെ എന്തൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പം എനിക്ക് കൂടുതലും തോന്നുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഡെലിവറി ജോബ് തന്നെയാണ്. എല്ലാവരും പോലെ തന്നെ തൻ്റെ ഫാമിലിക്കും കാര്യങ്ങളൊക്കെ ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ അത്ര ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാൻ സ്വന്തം ഇത് വെച്ച് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. എത്ര ടൈം എടുക്കും, പെട്ടെന്നാവോ ഇതൊന്നും എനിക്ക് അറിയാവുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കാലത്തെ ലൈഫ് എന്ന് പറഞ്ഞാണെങ്കിൽ ഫുൾ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കുറേ കടങ്ങൾ അടക്കുക, കുറച്ച് ഇ എം ഐ ഉണ്ടായിരുന്നു, അതൊക്കെ അടക്കുക. ഇപ്പോഴും ഉണ്ട്, അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും ഞാൻ ഡെലിവറി ജോബ് തന്നെയാണ് ഓടുന്നത്. അപ്പോൾ വൺ ഡേ ഇതൊക്കെ റെഡി ആവും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും വളരുക. ഞാൻ വളരുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ ഡെലിവറി ജോബ് കൂടി ഒരു ഫണ്ട് എടുത്ത് വെച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പം കാരണം ഇ എം ഐ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും കുറച്ച് ടൈം എടുക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിൽ ഇതിലൂടെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഡെയിലി വീഡിയോസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 24 വയസ്സിൽ എനിക്ക് യാതൊന്നും നേടാനോ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം സ്പോർട്സിന് പിന്നാലെ ആയിരുന്നു. അത് പാഷനാണ്, അതിലൊരു കരിയർ കണ്ടെത്തുന്നുള്ള രീതിയിൽ. അപ്പം ഇഞ്ചുറീസും കാര്യങ്ങളും അത് അങ്ങനെ പോയി. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നത്. പിന്നെ നോർമലി ഒരു ലൈഫ് എല്ലാവരും കൊണ്ടുപോകുന്ന പോലെ തന്നെ ഒരു വർക്കിന് കയറുക, ഫാമിലിയൊക്കെ ഒന്ന് സേഫ് ആക്കുക, ഈ ഒരു മൈൻഡായിരുന്നു ഇത്രയും കാലം. അപ്പം അത് മാറി ഒരു ബിസിനസ് മൈൻഡ്, എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുന്നോട്ട് എന്താണെന്നുള്ള രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്കൊരു മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതൊരു ഗെയിമിംഗ് കണ്ടന്റ് ചാനലായിരുന്നു. അത് ഏകദേശം ഒരു 18K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് പോയ ടൈമിൽ എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി ക്യാമ്പ്, വർക്കൗട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളും കൊണ്ട് തന്നെ എനിക്ക് ആ ചാനൽ സെയിലാക്കേണ്ടി വന്നത്. സെയിലാക്കിയതാണ്, ചാനൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴും ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലൊന്നല്ല തുടങ്ങുന്നത്. എനിക്ക് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ ഇല്ലേലും പരാജയപ്പെട്ടു പോയാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കാൻ പറ്റുമല്ലോ. ഇന്നൊക്കെ ചെയ്തുകൊണ്ടാണ് എന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്ര ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതാ ഓർത്തുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം എന്നെപ്പോലെ പലരും സ്ട്രഗിൾ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുക, അതൊക്കെ വിടുക. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വരും വീഡിയോസൊക്കെ നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടം സബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോ?